الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. صدق الله العلي العظيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ റമളാനിലെ അമൂല്യമായ വിലപിടിപ്പുള്ള നിമിഷങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ, സെക്കൻഡുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അനുകൂലമായി സാക്ഷിപ്പെടുന്ന കൂട്ടത്തിൽ നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ, ഒരു ചെറിയ കട നടത്തുകയാണ്. അദ്ദേഹത്തിന് എല്ലാവരോടും വളരെ സൗമ്യമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടിയാണ് അയാൾ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം അയാളെ വല്ലാതെ ഇഷ്ടമാണ്. അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും രാത്രി വീട്ടിലെത്തിച്ചേർന്നാൽ അദ്ദേഹത്തിന്റെ പണം ഒന്ന് എണ്ണി നോക്കും. അദ്ദേഹത്തെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നു. ആ നാണയങ്ങളിലും നോട്ടുകളിലും കുറെ നാണയങ്ങൾ കള്ള നാണയങ്ങളാണെന്ന്, കള്ള നോട്ടുകളാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. അയാൾ ആ നാണയങ്ങളെല്ലാം ഒരു പെട്ടിയിലിട്ട് വെക്കും. കൂടുതൽ കച്ചവടമുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ കള്ള നാണയങ്ങളും കള്ള നോട്ടുകളും അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം ഒരു പരിഭവമില്ലാതെ അതെല്ലാം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച് അവസാനം ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം ആ പെട്ടി കയ്യിലെടുക്കും. എന്നിട്ട് അദ്ദേഹത്തിന് വീട്ടിന്റെ കുറച്ചപ്പുറം ഒരു പൊട്ടക്കിണറുണ്ട്. ഉപയോഗശൂന്യമായ കിണറിലേക്ക് ആ പെട്ടി താഴ്ത്തിക്കളയും. ആ താഴ്ത്തിക്കളയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അത് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് പിടക്കുന്ന ഒരു തേങ്ങലിന്റെ പ്രാർത്ഥനയായി അത് മാറും. അദ്ദേഹം പറയും, എന്റെ നാഥ, ഈ കള്ളനോട്ടുകൾ തന്ന് എന്നെ ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഞാനിതുകൊണ്ട് ഒരാളെയും പറ്റിച്ചിട്ടില്ല.
എനിക്ക് കിട്ടുന്ന എല്ലാ കള്ള നാണയങ്ങളും കള്ള നോട്ടുകളും ഞാൻ വേറെ തന്നെ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം വേറൊരാൾ അതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ചെയ്യുന്നത് ആരും അറിയാതെ ആ കള്ള നാണയങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഞാനിങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് നാഥ. ഈ ആയുസ്സിൽ പലപ്പോഴും ഞാൻ കള്ള നോട്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പോരായ്മകളും പൊരുത്തക്കേടുകളുമുണ്ട് എനിക്ക്. അങ്ങനെയുള്ള വെറും മനുഷ്യനാണ് നാഥ ഞാൻ. ആരും അറിയാതെ എവിടെയും പേരുദോഷമെടുക്കാതെ എന്റെ പോരായ്മകൾ നീ ഇങ്ങനെ ഇല്ലാതാക്കണേ അല്ലാഹ്. എനിക്ക് കിട്ടി കള്ളനോട്ടുകൾ ഞാൻ ആർക്കും നൽകാതെ ആരെയും പറ്റിക്കാതെ നിൽക്കുന്നത് എന്നിലുണ്ടായ തെറ്റുകളുണ്ടല്ലോ, എന്നിലുണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളുണ്ടല്ലോ. നാളെ പരലോകത്തിന് ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തല്ലേ അല്ലാഹ്. ആ പരസ്യപ്പെടുത്താതെ നീ അതെനിക്ക് കൊടുത്തു തരണേ അല്ലാഹ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും എനിക്ക് കുറ്റവാളിയായി മുന്നിൽ നിൽക്കേണ്ട തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ് എന്ന് ആ കച്ചവടക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതവും നാം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളും കുറെ കള്ള നോട്ടുകളും കള്ള നാണയങ്ങളുമാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ. ആ തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം നേടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ്. അല്ലാഹു നമ്മുടെ തെറ്റുകളെല്ലാം കൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റമദാൻ മാസം എന്ന് പറയുമ്പോൾ തന്നെ അത് പാപമോചനത്തിന് മാസമാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ തെറ്റുകൾ ചെയ്യാൻ പ്രേരണയുള്ള മനസ്സിന്റെ ഉടമകളാണ്. പാപം ചെയ്യാത്തവരായി മനുഷ്യരിലാരും ഉണ്ടാവില്ല. കാരണം തെറ്റ് ചെയ്യുക എന്നത് പറയുന്നത് അവന്റെ ഒരു ദൗർബല്യമാണ്. ഖുലിഖൽ ഇൻസാന വഈഫ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങളിലേക്ക് ചാഞ്ഞ മനസ്സാണ് നമ്മുടേത്. ഒന്നുകിൽ ചെറിയ തെറ്റുകളായിരിക്കാം, ഇല്ലെങ്കിൽ വലിയ തെറ്റുകളായിരിക്കാം. ചിലത് നമ്മോടായിരിക്കും, ചിലത് സ്വന്തക്കാരോടായിരിക്കും, ചിലത് അന്യരോടായിരിക്കും, ചിലത് അപരിചിതരോടായിരിക്കും. തെറ്റുകൾ പരസ്യമായി രഹസ്യമായി നാം ചെയ്തു വരുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നത് മനുഷ്യ സഹജമാണെങ്കിലും ആ തെറ്റുകളിൽ അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്നതാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് നാം മനസ്സിലാക്കണം. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സാണ് നമ്മുടേത്. നാം ഒന്ന് ആലോചിച്ചു നോക്കാം. ഈ റമദാൻ മാസം പിന്നെയും നമ്മൾ പരമാവധി നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തും. മറ്റു സമയങ്ങളിൽ നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഒഴിവ് സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുതിയ പുതിയ റീലുകളിലേക്ക് നാം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് തെറ്റുകളിലേക്ക് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ ഉടമകളായി നാം മാറിയിരിക്കുകയാണ്. ഇത് ചെയ്യുമ്പോ നമുക്കൊരു എവിടുന്നോ ഇല്ലാത്ത ഒരു വിശ്വാസം കിട്ടും. ഇതാരും കാണുന്നില്ല എന്നൊരു തോന്നൽ, ആരും ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നത്.
എന്നാൽ നാം ചെയ്യുന്ന അണുമണി തൂക്കം നന്മയാണെങ്കിൽ ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നാം ചെയ്യുന്ന അണുതൂക്കം നന്മ ചെയ്തവൻ അത് കാണും, തിന്മ ചെയ്തവൻ അത് കാണും. നാളെ പരലോകത്ത് കൃത്യമായി നമ്മുടെ ഓരോ ഏടുകളും ഇവിടെ കാണും. അങ്ങനെ നമ്മുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു CCTV ഉണ്ട്. നാം CCTV ഉള്ള സ്ഥലത്ത് നാം അധികം തെറ്റുകൾ ചെയ്യൂല. കാരണം ആ CCTV കാണുമെന്നൊരു തോന്നലുണ്ട് നമുക്ക്. സത്യത്തിൽ ലോകം മൊത്തം വലിയൊരു CCTV സംവിധാനം അല്ലാഹു ചെയ്തിട്ടുണ്ട്. ആ CCTV നമ്മൾ അറിയാതെ എന്തോ അർത്ഥത്തിൽ നമ്മൾ അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. 4 രീതിയിലാണ് ആ റെക്കോർഡിംഗ് സംവിധാനമുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ഭൂമി അത് കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നാളെ പരലോകത്ത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിന്റെ എല്ലാ ഖബറുകളും അതുപോലെ തന്നെ അതിലെ എല്ലാ ശേഷിപ്പുകളും എല്ലാം പുറന്തള്ളും. അങ്ങനെ ഭൂമി അതിലുള്ള എല്ലാം അവിടെ പറന്നറിയിക്കും. നമ്മുടെ കൈകാലുകൾ നാം മനസ്സിലാക്കണം. ജീവനില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കൈകാലുകൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നമ്മുടെ വായ അല്ലാഹു മുദ്ര വെക്കും, സീലൊട്ടിക്കും. നമ്മൾ വായ കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. വതുകല്ലിമുനാ അയ്ദീഹിം, എന്നിട്ട് നമ്മുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങും. വതശ്ഹദു അർജുലുഹും, നമ്മുടെ കാലുകൾ നീ സാക്ഷി പറയും. നാം എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണെങ്കിൽ ആ ചെയ്ത കാര്യങ്ങൾ കൈ പറയും. എവിടത്തേക്കാണോ നാം നമ്മുടെ കാലുകളുമായി നടന്നു പോയത് ആ കാലുകൾ അതിന് സാക്ഷ്യം വഹിക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കൃത്യമായി ഇവിടെ പറയും. മൂന്നാമതായി, നമ്മുടെ ഇരു തോളുകളിലും 2 മലക്കുകളുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും ആരും കാണുന്നില്ല എന്ന്. അങ്ങനെ ആ മലക്കുകൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവനോടൊപ്പം ഒരുങ്ങി നിൽക്കുന്ന എന്നാണ് ഖുർആൻ പറഞ്ഞത്. അഥവാ സർവസന്നദ്ധമായി അവന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ തിന്മകളും നന്മകളും കൃത്യമായി എഴുതി വെക്കാൻ വേണ്ടി റഖീബ് മലക്കുകളുണ്ട്. അവർ നാം ചെയ്യാൻ പോകുന്ന മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവർ കൃത്യമായി അറിയുന്നുണ്ട്. അതിനേക്കാൾ പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേർക്കുനേരെയുള്ള നിരീക്ഷണം ഉണ്ടാവും. ലുക്മാൻ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം സൂറത്തുൽ ലുക്മാനിൽ നമുക്ക് പഠിക്കാൻ കഴിയും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹില്ലാഹ്. നീ ഒരു കടുകുമണിയേക്കാൾ ചെറിയ ഒരു കാര്യം, ഒരു സാധനം നീ ആരും കാണാതെ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ വെച്ചാലും യഅതി ബിഹില്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും.
നമ്മൾ പിന്നെ എന്താണ്? നമ്മൾ ചെയ്യുന്നത് അല്ലാഹ് കൊണ്ടുവരും. യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അതുകൊണ്ട് മനുഷ്യ, നീ കൃത്യമായി എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നാളെ പരലോകത്ത് നമ്മുടെ ഓരോ സെക്കൻഡിനെ കുറിച്ചും നിമിഷങ്ങളെ കുറിച്ചും ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. നമ്മുടെ കാലുകൾ ചലിക്കുകയില്ല. നീ എന്തിനു വേണ്ടി നിന്റെ സമയം ചെലവഴിച്ചു? നീ നിന്റെ ആയുസ്സെന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി കാണിച്ചോ എന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കും. അപ്പോൾ നാം മനസ്സിലാക്കണം, വലിയ CCTV ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം കാണുന്നില്ല എന്നേ ഉള്ളൂ. നാളെ പരലോക വിജയം സംഭവിച്ച ആളുകൾക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഇത്രയും വലിയ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അതിനെ ധിക്കരിച്ച് നടന്ന ആളുകളുണ്ട്. അവർ നാളെ പരലോകത്ത് വിരൽ കടിക്കുക തന്നെ ചെയ്യുമെന്ന് നാം മനസ്സിലാക്കണം. ശരിയും തെറ്റും കൃത്യമായി അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായി എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരലോക ജീവിതത്തെ ഒരർത്ഥത്തിലും ഗൗനിക്കാതെ അടിച്ചുപൊളിച്ച് ജീവിച്ച ആളുകൾ, അങ്ങനെയുള്ളവർക്ക് നാളെ വവുലിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുൻഫിഖീന മിമ്മാ ഫീ, അവരുടെ മുമ്പിൽ കർമ്മ പുസ്തകം എത്തും. അതിലുള്ളവയെ പറ്റി അവർ പേടിച്ചലണ്ടു പോകും. വയഖൂലൂൻ, അവർ എന്നിട്ട് പറയും, യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാണല്ലാ, ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുകളയാത്ത കിതാബ്, ആ പുസ്തകം അവർക്ക് ലഭിക്കും. ആ പുസ്തകം കിട്ടുമ്പോൾ പറയും, യാ വൈലത്തന കുന്തു തുറാബ, മണ്ണായിട്ട് എത്ര നന്നായിരുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിച്ചുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ന് AI ലോകമാണ്, ഓഗ്മെന്റ് റിയാലിറ്റിയുടെ ലോകമാണ്. ഒരു ലെൻസ് നമ്മുടെ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിർച്വൽ ലോകം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നാളെ പരലോകത്ത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണുന്ന ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്കാം. ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണും, നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും. അത് പരസ്യമായിട്ടാണ് കാണുക. ആ സമയത്ത് യാ നഫ്സി യാ നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓടും. ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. എല്ലാവരും അവരുടെ സ്വന്തം ഉപ്പയെ, ഉമ്മയെ, ഭാര്യയെ, മക്കളെയെല്ലാം തള്ളിപ്പറന്നുകൊണ്ട് സ്വന്തം നഫ്സിന് വേണ്ടി ഓടുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് അവർ മുന്നോട്ട് പോകുമ്പോ ചില ആളുകളുണ്ട്, യശ്ഹദുഹുൽ മുഖദ്ദബൂൻ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവരുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ പോകുന്ന, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ഉലൈക ഹും ഖൈറുൽ ബരിയ, തായ്ഭാഗത്തോടുകൂടി തെന്നിനീരൊഴുകുന്ന ആ സ്വർഗ പൂന്തോപ്പിലേക്ക് കടന്നു പോകുന്ന ആളുകൾ. അല്ലാഹു അവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും തെറ്റുകൾ ചെയ്ത അല്ലാഹ് പിടിക്കുമെന്ന് മനസ്സിലായി. തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കള്ള നാണയങ്ങളും കള്ള നോട്ടുകളുമായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാനിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. റമദാൻ എന്ന് പറയുന്നത് തെറ്റുകൾ കരിച്ചു കളയുന്ന മാസമായതുകൊണ്ടാണ് റമദാൻ എന്ന് പേര് വന്നത്. അതുകൊണ്ട് നാം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു കൊടുത്തു കൊടുക്കും. എത്ര വലിയ ഓഫറാണുള്ളത് തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യാവൈരത്തന എന്ന് പറഞ്ഞ് ഓടുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി അള്ളനെ പറയാ, ഇതാ നിങ്ങൾക്കിത് ഓഫർ വന്നിരിക്കുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റില് അല്ലെങ്കിൽ മറ്റുള്ളടത്ത് നമുക്കൊരു ഓഫർ കിട്ടിയാൽ നമ്മൾ അതിനു വേണ്ടി ഓടിച്ചാടും. ഇവിടെ നമ്മോട് പറഞ്ഞ ഇഷ്ടം പോലെ ഓഫറാണ്. ഓഫറിന്റെ ഒരു വലിയ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമുക്കതിനോട് അത്ര ഒരു പ്രാധാന്യം കൊടുത്തോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളയാ പറയുന്നത്, പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. ഓരോ മുസ്ലിമിനും എല്ലാ രാപ്പകലിലും ഉത്തരം നൽകപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ഒരു നാളുണ്ട്, ഒരു പ്രാർത്ഥനയുടെ സമയമുണ്ട്. അല്ലാഹു എല്ലാ ദിവസവും രാത്രിയും അല്ലാഹു നരകത്തിന് മോചനം നൽകുകയാണ്. രാത്രി നമസ്കാരത്തിലൂടെ നമ്മുടെ തെറ്റുകൾ പുറത്തു. മൻ കാന റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന അവസാനത്തെ ഒറ്റയായ രാവുകൾ, അവസാന പത്തിലെ ഒറ്റയായ രാവുകൾ പ്രതീക്ഷിക്കാൻ പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ആ രാവുകൾ. ആ രാവുകളിലും നാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരും. ഗുഫിറ ലഹു മൻ ദംബിഹി. ആരെങ്കിലും നോമ്പ് നോക്കിച്ചാൽ അവർക്ക്, നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് അതിനുള്ള പ്രത്യേകതയുണ്ട്. അപ്പൊ അള്ളാഹ് തയ്യാറാണ്, നമ്മൾ തയ്യാറാണ്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കുദുസിയായ ഹദീസിൽ പറയുന്നുണ്ട്, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. എന്റെ ദാസന്മാരെ, രാത്രിയിലും പകലും നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. വഅനാ അഗ്ഫിറു ദുനൂബ ജമീഅ. ഞാൻ എല്ലാ തെറ്റുകളും നിങ്ങൾക്ക് പുറത്തു തരും. അതുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുവാൻ കണ്ണീർ വാർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. അപ്പോ നമ്മുടെ കണ്ണുകൾ ചെയ്ത തെറ്റുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞ കേവലം ഒരു ഭക്ഷണപാനീയം ഉപേക്ഷിക്കലല്ല. മല്ലൻ യദൽ ഖൗല സൂൽ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദ അത്ത്വാം വശറാബ്. നിങ്ങളെ എല്ലാ ചീത്ത പറയുകയും തെറ്റുകൾ ചെയ്യുകയും മോശത്തരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണവും പാനി ഉപേക്ഷിച്ചത് അള്ളാഹിന് വേണ്ട. അതല്ല ചവറ്റുകൊട്ടയിൽ എറിയുന്നത് പോലെ എറിയുമെന്നാണ് ആ നോമ്പുകാരെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നോമ്പുണ്ടാവണം. എന്ത് കാണുന്നു? അള്ളാഹ് പറഞ്ഞതാണ് കാണുന്നത്. അള്ളാഹ് പറയാത്തത്, അള്ളാഹ് നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത് നമ്മൾ കാണില്ല എന്ന് തീരുമാനിക്കണം. ഞാൻ കേൾക്കുന്നത് അള്ളാഹ് പറഞ്ഞത് ഞാൻ കേൾക്കും, അള്ളാഹ് ഹറാമാക്കിയത് ഞാൻ കേൾക്കില്ല. ഞാൻ ചെയ്യുന്നത്, എന്റെ കൈകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നത് അള്ളാഹ് പറഞ്ഞത് മാത്രമേ ചെയ്യൂ. അള്ളാഹ് ഹറാമാക്കിയത് ഞാൻ ചെയ്യില്ല. എന്റെ കാലുകൊണ്ട് ഞാൻ നടക്കുന്നത് അള്ളാഹ് എന്നോട് നടക്കാൻ പറഞ്ഞ മാർഗത്തിലേ ഞാൻ നടക്കൂ. അള്ളാഹ് എന്നോട് വിരോധിച്ച, ഹറാമാക്കി, നിഷിദ്ധമാക്കിയ മാർഗത്തിൽ ഞാൻ നടക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോ അള്ളാഹു
നമുക്ക് പൊറുത്തു തരണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന് നിറകുടമാണെന്ന് അലാ ഇന്നല്ലാഹു വൽ ഗഫൂർ റഹീം. അറിയുക, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. വീണ്ടും പറയാണ്, ഖുൽ യാ ഇബാദില്ലദീന ഇസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഈ ഒരു വർത്താന പറഞ്ഞത്, ഹേ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. വീണ്ടും പറയാണ്, അള്ളാഹു എല്ലാം കൊടുക്കുന്നവനും ഏറെ ദയാലുവുമാണ്. അള്ളാഹ്ക്ക് നാം തെറ്റുകൾ ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ തെറ്റ് ചെയ്താല് നമ്മുടെ ഉപ്പയായിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുതലാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം? ശിക്ഷിക്കും, അല്ലെ? അള്ളാഹ് എന്താണ് ചെയ്യുന്നറിയോ? അള്ളാഹ് തെറ്റ് ചെയ്തവര് അള്ളാഹോട് പാപമോചനം ചെയ്താല് അള്ളാഹുവിനുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. ഒരാള് തന്റെ ഭക്ഷണവും അതുപോലെ തന്നെ തന്റെ ജീവിതത്തിന്റെ എല്ലാ വിഭവങ്ങളുമായി മരുഭൂമിയിലൂടെ ഒട്ടകത്തിൽ യാത്ര ചെയ്യാണ്. അങ്ങനെ ഒട്ടകത്തിൽ യാത്ര ചെയ്ത് അയാളെ കുറെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു. അങ്ങനെ അയാളൊരു മരച്ചുവട്ടില് കിടന്നുറങ്ങി. ആ കിടന്നുറങ്ങുന്ന സമയത്ത് അയാള് പെട്ടെന്ന് നോക്കുമ്പോ, എഴുന്നേറ്റ് നോക്കുമ്പോ അയാളുടെ ആ ഒട്ടകം കാണുന്നില്ല. അയാളുടെ ജീവിതം തന്നെ അതാണ്. അയാൾക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒട്ടകം വേണം. ആ ഒട്ടകം അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അയാളിങ്ങനെ വല്ലാതെ നിരാശയോട് നിൽക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ ഒട്ടകം അയാളുടെ മുമ്പിൽ വന്നു. അയാളുടെ സന്തോഷം എത്ര ഉണ്ടാവും? അയാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായി. നമ്മൾ പറയാറില്ലേ, സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ സന്തോഷത്തിൽ അയാളിങ്ങനെ മതിമറന്നു പോയി. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയാളുടെ ജീവിതം മരണവും ഒന്നിച്ച് കണ്ട ഒരു സമയം. കാരണം അയാൾക്ക് ഒട്ടകയില്ലാതെ മുന്നോട്ട് പോകാനേ കഴിയില്ല. ആ സമയത്ത് അയാൾ പറഞ്ഞു പോയി. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവേ, നീ എന്റെ ദാസൻ, ഞാൻ എന്റെ രക്ഷിതാവുമാണെന്ന് പറഞ്ഞു പോകുന്ന മാത്രം അയാൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇത് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസാണ്. അപ്പൊ അയാൾക്കുണ്ടായ ആ സന്തോഷം, ആ സന്തോഷത്തെക്കാൾ 10 മടങ്ങ് സന്തോഷാണ് അള്ളാഹുവിന് തന്റെ ദാസൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഉണ്ടാവുകയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നാം തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് പകരം ആ തെറ്റുകൾ മനസ്സിലാക്കി നാം അള്ളാഹുവിലേക്ക് അടുത്തപ്പോ അള്ളാഹ് എന്ത് ചെയ്യുന്നു? നമുക്ക് വലിയ ഓഫർ നൽകിയാണ്. അള്ളാഹ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നാം നടന്നു പോയാൽ അള്ളാഹ് നമ്മളോട് ഓടിയെടുക്കുന്നതാണ്. നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ അടുത്ത് അള്ളാഹ് ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ തൗബ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എത്ര കടുത്ത പാപങ്ങൾ ചെയ്താലും ശിർക്കൊഴിച്ച്, അള്ളാഹുവിന് പങ്ക് ചേർക്കുന്നതിൽ ഒഴിച്ച് ബാക്കി ഏത് തെറ്റുകൾ ചെയ്താലും അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരിക്കലേ ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള കാരണമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ എന്ന് പറയുന്ന ഈ ആയത്ത് ഇറങ്ങിയത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, അതിലൂടെ ഞാൻ ഗർഭിണിയായി, അങ്ങനെ ഞാൻ പ്രസവിച്ചു, ആ കുഞ്ഞ് ഞാൻ കൊന്നുകളഞ്ഞു, എനിക്ക് തൗബ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. വ്യഭിചരിക്കുക, എന്നിട്ട് പ്രസവിക്കുക, കുഞ്ഞിനെ കൊന്നുകളയുക,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അപ്പുറം ടെമ്പർ ആവാനുള്ള വേറൊന്നുമില്ല. ദേഷ്യം കൊണ്ട് വറക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോ അബൂ ഹുറൈറ തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു, അന്തത്തും അഭിമാനവും നഷ്ടപ്പെടുത്തിയവളെ, നിനക്ക് തൗബയില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞതാണ്. അങ്ങനെ ആ സ്ത്രീ വല്ലാതെ വിഷമത്തോടുകൂടി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് സുബഹി നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോ അബൂ ഹുറൈറ ഈ കാര്യം റസൂലിനോട് പറഞ്ഞു. സഹാബാക്കൾ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായി റസൂലിനോട് പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആയത്ത് ഓതിപ്പിച്ചു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. പശ്ചാത്താപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കും. ഇതിനേക്കാൾ വലിയ ഓഫർ എവിടെ കിട്ടാം? നമ്മൾ ചെയ്ത തെറ്റുകള്, ആ തെറ്റുകൾ നന്മകളായി മാറ്റുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഗഫൂർ റഹീമാ, അല്ലാഹു ഏറെ കൊടുക്കുന്നവനും കരുണാവാനുമാണ്. അബൂ ഹുറൈറ ഈ വിഷയം പെട്ടെന്ന് തന്നെ ആ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അപ്പൊ നമ്മളടുത്ത് ഇങ്ങനെല്ലാം വരുമ്പോ, ഇപ്പൊ ഞാൻ പറയാ, അഫാൻ വന്നാല് സ്വന്തം മാതാവിനെയും അനിയനെയും കുടുംബക്കാരെയെല്ലാം കൊന്ന അഫാനായിക്കോട്ടെ, ഓൻ വന്നാൽ നമുക്ക് പറയാൻ പറ്റോ ഓനിക്ക് തൗബയില്ലാന്ന്? അവര് ചെയ്ത തെറ്റ് തന്നെയാണ്. അവർ കൊടുക്കലിനെ തേടുന്നുണ്ടെങ്കിൽ അവർക്കതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങാൻ നാം അവരെ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം. പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാ, എനിക്ക് വ്യഭിചരിക്കണം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? പ്രവാചകൻ പറഞ്ഞ ഓക്കെ. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, നീ വ്യഭിചരിക്കുന്ന ആളെ നിന്റെ ഉമ്മയാരെങ്കിലും വ്യഭിചരിച്ചാലോ? ഞാൻ അവനെ വെച്ചേക്കൂല. ഭാര്യ ഇല്ല, അങ്ങനെ ഒന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. മകളെ, പെങ്ങളെ. അപ്പൊ ഇയാളങ്ങനെ ദേഷ്യം കൊണ്ട് പറച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നീ വ്യഭിചരിക്കുന്ന ആളൊന്നെങ്കിലും ഒരാളുടെ ഭാര്യയായിരിക്കാം, ഒരാളുടെ ഉമ്മയായിരിക്കാം, ഒരാളുടെ പെങ്ങളായിരിക്കാം, ഒരാളുടെ മകളായിരിക്കാം. ഇങ്ങനെയാണ് അള്ളാന്റെ റസൂല് ട്രീറ്റ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ അതിവ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ലഹരിക്ക് അടിമപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ നോർമൽ അല്ല കേട്ടോ. അവരുടെ ബ്രെയിൻ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ എന്താ പറയാ, നമ്മള് ഒരു ലക്കുലഗാനില്ലാത്ത ജീവിതമായിരിക്കും അവർക്ക്. ഈ അടുത്ത ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടത്, ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ചവര് അവരുടെ മുമ്പിലെപ്പോഴും ഒരു ശത്രുവിനെ അവർ ക്രിയേറ്റ് ചെയ്യും. എന്നെ അവരെ ആക്രമിക്കാൻ പോകുന്നു. സ്വന്തം ഉപ്പയാണ് മുമ്പിൽ, എന്നെ ഉപ്പ എന്നെ ആക്രമിക്കാൻ വരുമെന്നൊരു പേടിയുണ്ട് അവർക്ക്. ഇനി അങ്ങനെ ആക്രമിക്കാൻ വരുമെന്നുള്ള പേടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരങ്ങോട്ട് ആക്രമിക്കും. കാരണം അവരുടെ പ്രൊട്ടക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കുറെ ആളുകൾ പെട്ടുപോകുന്നതാണ്. പെട്ടുപോയവരെ നമ്മൾ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഈ പരിശുദ്ധ റമദാനിന്റെ മാസത്തില് അവരെ നമ്മൾ ഡി അഡിക്ഷൻ എല്ലാം ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പരസ്പരം ക്ഷമയോടും സത്യം കൊണ്ട് ഉപദേശിക്കുകയാണ് വേണ്ടതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലേ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയക്കാരനായ ഒരാള്, ഒരു പ്രമാണി പോയി ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അയാളെ കാണുന്നില്ല. അയാൾ എല്ലാ ആഴ്ചയിലും ഇടവിട്ട് ഇങ്ങനെ വരുന്നതാണ്.
മാസങ്ങളും കഴിഞ്ഞപ്പോൾ കാണുന്നില്ല. ഉമറുല്ലാഹിന് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ പോയി. അന്വേഷിക്കാൻ വേണ്ടി ആളെ അയച്ചു. അപ്പൊ മനസ്സിലായി അയാൾ മുഴുകുടിയനായി മാറിയിട്ടുണ്ട്. സദാസമയം മദ്യപാനം നടത്തുന്ന മദ്യപാനിയായി മാറിയിട്ടുണ്ട്. അപ്പോ ഉമറുല്ലാഹിനും അദ്ദേഹത്തിന് ഒരു കത്ത് അയച്ചു കൊടുത്തു. ആ കത്തില് അദ്ദേഹത്തിന് ബോധമുള്ളപ്പോ അയാളോട് അത് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കത്ത് ഇങ്ങനെയായിരുന്നു: പാപം കൊടുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ റബ്ബിനെ നീ സൂക്ഷിക്കുക. ഇതയാൾ വായിച്ചപ്പോ അയാളുടെ മനസ്സാകെ വേദന കൊണ്ട് പൊളഞ്ഞു. അയാൾ വല്ലാതെ മാനസികമായി തളർന്നു. അയാൾ അല്ലാഹുവിലേക്ക് വലിയ രീതിയിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അയാൾ പശ്ചാത്താപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് സന്ദർഭം നമുക്കറിയാൻ പറ്റും. എത്ര വലിയ തിന്മ ചെയ്താലും അള്ളാഹു പുറത്തിരുന്നു. യാ ഇബ്നു ആദം, കുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയാണ്: ഹേ മനുഷ്യപുത്ര, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്താൽ അഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തുതരും. ഒരു അർത്ഥത്തിൽ ഞാൻ ഒരു പാപവും ഇല്ല, കാര്യമായിട്ടെടുക്കൂല. യാ ഇബ്നു ആദം, അല്ലയോ മനുഷ്യപുത്ര, ലൗ ബലഗത് ദുനൂബുക അന്നാനത്തമാ, നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറയുമ്പോ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അല്ലാഹു പറയുന്നത് അഞ്ചാനത്തമാ, ആകാശത്തോളം നിങ്ങളുടെ പാപത്തിലേക്ക്. എന്നിട്ട് അവർ പാപമോചനം ചെയ്താൽ അള്ളാഹു അവർക്ക് കൊടുത്തു തരും. യാ ഇബ്നു ആദം, അല്ലയോ മനുഷ്യപുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമിയോളം നീ തെറ്റുകൾ ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും സുമ്മലക്കീതനി, എന്നിട്ട് നീ എന്റെ അടുക്കൽ വന്നു, ലാ തുശ്രികു ബി ശൈഅൻ, അല്ലാഹ് അവിടെയാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ബാക്കിയെല്ലാം പുറത്തരും. ശിർക്ക് അള്ളാഹ്ക്ക് ദൂരാർത്ഥത്തിലുള്ള കൊടുത്തരൂല, അത് ഏറ്റവും വലിയ പാപമാണ്. നീ ശിർക്ക് ചെയ്യാതെയാണ് വന്നതെങ്കിൽ നിനക്ക് പാപമോചനവുമായി ഞാൻ നിന്റെ അടുത്ത് വരുന്നതാണെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭൂമിയോളം ആകാശത്തോളം തെറ്റുകൾ ചെയ്തവർക്കും അള്ളാഹ് പുറത്തരും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. 99 ആളെ കൊന്ന ഒരാള്. അയാൾ 99 ആളെ കൊന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഭൂമിയിലെ ഏറ്റവും വലിയ പണ്ഡിതനെ അയാൾ കാണുകയാണ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടാവോ? ആ ചോദിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മൈൻഡില് അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, 99 ആളെ കൊന്നിട്ട. അങ്ങനെ അയാൾ വെച്ചു, അങ്ങനെ 100 ആളെ. അങ്ങനെ അയാൾ വീണ്ടും അന്വേഷിക്കുകയാണ്, എനിക്ക് തൗബയുണ്ടോ. അയാളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. തിന്മകൾ ചെയ്തതിന്റെ കുറ്റബോധമുണ്ട് അയാൾക്ക്. എങ്ങനെയാ മുന്നോട്ട് പോവാന്നറിയില്ല. അങ്ങനെ അയാൾ വലിയൊരു പണ്ഡിതനെ കണ്ടു. അയാളോട് ചോദിച്ചപ്പോ ആ പണ്ഡിതൻ പറഞ്ഞു, ഉറപ്പായും താങ്കൾക്ക് തൗബയുണ്ടാവും. നിനക്കും തൗബക്കും ഇടയിൽ ആരാണ് മറയിടാനെന്ന് അയാൾ ചോദിക്കുകയും ചെയ്തു. നിനക്ക് തൗബ കിട്ടൂല എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞത് എനിക്ക് തൗബ ഉണ്ടാവും. നീ അള്ളാഹിന്റെ അടുത്തേക്ക് മുന്നോട്ട് പോയിക്കോ. എന്നിട്ട് അയാൾക്കൊരു ഉപദേശം കൊടുത്തു. നീ ഇപ്പൊ നിൽക്കുന്ന ഈ ചുറ്റുപാടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുടെ ഈ ചുറ്റുപാടിന് അവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ വീണ്ടും അവർ തെറ്റുകളിലേക്ക് പോകും. അമ്മാറത്തും ബിസ്വോ, മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്, തെറ്റുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, നീ ഈ നാട് വിട്ടുപോ, നീ വേറെ നാട്ടിലേക്ക് അള്ളാഹുവിനെ ആരാധിച്ച് കഴിയാൻ വേണ്ടി നീ പോ. അങ്ങനെ അയാൾ യാത്ര തുടങ്ങി. യാത്ര ചെയ്ത് കുറെ അങ്ങെത്തിയപ്പോ അയാൾ മരണപ്പെട്ട സമയത്ത് അനുഗ്രഹത്തിന്റെ മലക്കുകളും അതുപോലെ നരകത്തിന്റെ മലക്കുകളും
അവിടെ എത്തി. അവര് രണ്ടുപേരും ഈ ആത്മാവ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ അവർ തർക്കം തുടങ്ങി. അപ്പൊ മനുഷ്യരൂപത്തിൽ വന്ന ഒരു മാലാക, ഒരു മലക്ക് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, തർക്കം വേണ്ട, അയാളുടെ നാട്ടിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി പറഞ്ഞു. എത്രയാണോ അയാൾ ഇപ്പോ ഇവിടുന്ന് അയാളുടെ നാട്ടിലേക്ക്, അതുപോലെ ഇനി അയാൾ പോകാൻ ഉദ്ദേശിച്ച നാടുണ്ടല്ലോ അവിടത്തേക്കുള്ള ദൂരം അളക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ ആ അടുത്തിരിക്കുന്നത് അവിടത്തേക്ക് നിങ്ങൾ അയാളെ ചേർക്കുക. അപ്പൊ അളന്നു നോക്കിയപ്പോ മനസ്സിലായി അയാൾ നന്മയുടെ പാതയിലാണ്. ഏറ്റവും ദൂരെയുള്ള സ്ഥലത്തേക്കാണ് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആ കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അങ്ങനെ അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തൗബ നാം ജീവിതത്തിൽ പകർത്തുക. തൗബയെ കുറിച്ച് പ്രവാചകൻ തന്നെ പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കാം, മൗസൂമായ അല്ലാഹു സ്വർഗം കൊണ്ട് പ്രത്യേകമായി എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ റസൂല് ഒരു ദിവസം ഫീ യൗമിൻ ഇലൈഹി മിഅത്ത മർറ 100 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് തൗബ ചെയ്യും. ഒരിക്കലേ പ്രവാചകനെ നിന്ന് നമസ്കരിക്കുക രാത്രി. ആ സമയത്ത് പ്രവാചകന്റെ കാലിങ്ങനെ നീര് വെച്ച് വല്ലാതെ പ്രയാസത്തോടെ ഇങ്ങനെ കാണുകയാണ് ഒരു ആയിഷ ബീവി. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, താങ്കൾ എന്തിനെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പൊ പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, യാ ആയിഷ, ആയിഷ, ഞാൻ അല്ലാഹുവിന്റെ ഒരു നല്ല അടിമയാവണ്ടേ എന്ന് പറഞ്ഞ പ്രവാചകന് നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയാണ്. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം. എണ്ണമറ്റ പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ ഓരോ ദിവസവും എണ്ണമറ്റ തവണ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ, നോക്കുകളിലൂടെ, ഇടപ്പഴക്കങ്ങളിലൂടെ, ഇടപാടുകളിലൂടെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്തത്രയായിരിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ചെറിയ തെറ്റുകളായിരിക്കും, വളരെ നിസ്സാരമായ തെറ്റായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ എല്ലാം വായ പ്രത്യേകം നമ്മൾ എടുത്തു നോക്കിയാൽ പച്ചച്ചെറി ഇങ്ങനെ ഒരു ട്രെൻഡ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല, പക്ഷെ അവർ പറയുന്നതെല്ലാം ശരിയാണ്. ഇങ്ങനെയുള്ള തെറ്റുകള് നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ തിന്മകൾ ചെയ്യാൻ നമുക്ക്, ആ വൻപാപങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് വല്ലാത്ത പേടിയാണ്, ധൈര്യം ഉണ്ടാവില്ല, നമ്മൾ ചെയ്യൂല. അതേസമയം ചെറിയ ചെറിയ തെറ്റുകൾ, നമ്മൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കുക, നമ്മള് പോകുന്ന സമയത്ത്, വാഹനത്തിൽ പോകുന്ന സമയത്ത് സൈഡ് കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാനുഷികമായി നമ്മൾ വിചാരിക്കുന്ന, അത് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടായി, അത് വലിയ പ്രശ്നമാണെന്ന് അല്ലാഹു റസൂൽ പറയുന്നത്. ഒരിക്കലേ റസൂലും സഹാബാക്കളും യാത്ര ചെയ്യാൻ, ആ സമയത്ത് അവരൊരു സ്ഥലത്ത് തമ്പടിച്ചു. അപ്പോ റസൂൽ പറഞ്ഞു, അവരോട് പറഞ്ഞു വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സഹാബാക്കൾ പോയപ്പോ സഹാബാക്കൾക്ക് വിറകൊന്നും കിട്ടിയില്ല, കുറച്ച് കമ്പുകളും ചില്ലകളെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അവര് അത് കൊണ്ടുവന്നു. അങ്ങനെ ചെറിയ ചുള്ളികളും കമ്പുകളും വെച്ചുകൊണ്ട് അവര് അതൊരു വലിയ ഒരു വിറക് കൂമ്പാരമായി മാറി. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങള് ചെറിയ തിന്മകളെ സൂക്ഷിക്കണം. ഈ ചെറിയ തിന്മകളുണ്ടല്ലോ, അത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പോലും പര്യാപ്തമാണ്. അപ്പൊ നമ്മള് ചെറിയ ചില്ലകളാന്ന് പറഞ്ഞ സാധനങ്ങൾ കൂട്ടിച്ചേർത്തപ്പോ എന്തായി, വലിയ ഒരു വിറക് ശേഖരമായി. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ തെറ്റുകൾ കൂടി അത് വലിയ തെറ്റുകളായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം.
ഉവൈസുൽ ഖർനി റഹ്മുള്ള പറയുന്നുണ്ട്, ലാ തൻളിർ ഇല്ലാ സിഗ്രിൻ ദംബിക്, നിങ്ങൾ ചെറിയ പാപങ്ങളെ ചെറുതായി കാണാൻ പാടില്ല. വലാകിൻ അൻളുർ ഇലാ മൻ അത്തൈത്, നീ നോക്കേണ്ടത് അത് മുഖേന നീ ആരെയാണ് ധിക്കരിക്കുന്നതെന്നാണ്. ഫൈൻ സിഗ്ർത ദംബിക് ഫഖദ് സിഗ്ർതുല്ലാ, നിങ്ങള് ചെറിയ തെറ്റുകളാണെന്ന് കാണുമ്പോ അത് മുഖേന നിങ്ങൾ റബ്ബിനെയാണ് ചെറുതാക്കുന്നത്. ചെറിയ തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അത് പോട്ടെ പോട്ടെ നിങ്ങൾ വിചാരിക്കുന്നത് അള്ളാനെയാണ് നിങ്ങൾ ചെറുതാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ ചെറുതാവട്ടെ വലുതാവട്ടെ, വലിയ തെറ്റുകൾ നമ്മളിന്ന് വരാറില്ല. അതേസമയം ചെറിയ തെറ്റുകൾ, സദഖകൾ അധികരിപ്പിക്കാൻ പറഞ്ഞ കാലമാണ്. ഒരു പുഞ്ചിരി അതുപോലെ സദഖയാണ് പഠിപ്പിച്ചത്, അത് ചെയ്യാം. അങ്ങനെ നമ്മൾ നന്മകളിൽ നമ്മൾ നന്മകളിൽ മുന്നോട്ട് പോകാൻ മത്സരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇനി തെറ്റുകൾ ചെയ്തു നമുക്ക് പൊറുത്തരുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ആ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാല് നമ്മുടെ തെറ്റ് കാക്കത്തോബിയാവും. കാക്കനെ നമുക്കറിയാം അല്ലെ, കാക്ക എന്ത് ചെയ്യും, ഒരിടത്ത് കൊണ്ടുപോയി എന്തെങ്കിലും എടുത്ത് ആ എടുത്ത് തിന്ന ശേഷം എന്ത് ചെയ്യും, അതിന്റെ കൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴച്ചു. ഇനി ഞാൻ ഒരിടത്തുനിന്നും എടുക്കൂല എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത സമയത്ത് വീണ്ടും പോയിട്ട് എടുക്കും. അഥവാ തെറ്റിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാക്കകൾ. അതൊരു സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ, സാങ്കേതികമായി പറഞ്ഞതാണ്. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തെറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ഞാൻ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടണം. ഞാൻ ചെയ്ത തെറ്റൊന്നല്ലപ്പ, എന്നാലും പ്രാർത്ഥിക്കാം. അത് വേണ്ട, അങ്ങനെയുള്ള പ്രാർത്ഥന അല്ലാത്ത വേണ്ട. അൽ മുസ്തഗ്ഫിറ മിനൽ ദുനൂബി വഹുവ മുഖീമുൻ അലൈഹി കൽ മുസ്തഹ്സിഉ ബിറഅ്. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായ തൗബയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്താപിക്കണം. ഒരിക്കലേ ഒരു ഗ്രാമീണൻ പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, തൗബയുടെയും പാപമോചന അല്ലാഹു മുഗ്ഫിർലി അല്ലാഹു മുഗ്ഫിർലി അല്ലാഹു മുസ്തഗ്ഫിർലി എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു പറഞ്ഞു, ഈ തൗബ വ്യാജന്മാരുടെ തൗബയാണ്. അപ്പോ ഗ്രാമീണൻ ചോദിച്ചു, ഇതെന്താ അങ്ങനെ? പലർന്ന് പറഞ്ഞു, 6 കാര്യങ്ങൾ ചേർന്നാലാണ് ഒരു തൗബയാവുക. 1, അലൽ മാലി മിൻ ദുനൂബിൻ നിദാമ, ചെയ്തുപോയ തെറ്റുകളിൽ ഖേദം ഉണ്ടാവണം. സംഭവിച്ച തെറ്റിൽ ഖേദം ഉണ്ടായിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റൂ. വൽ ഫറായിൽ ഇയാദ, നിങ്ങളെ തെറ്റ് ചെയ്തത് നിങ്ങളെ ഒരു സുഹൃത്തിനെ അടിച്ചതാണെങ്കിൽ ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓനോട് മാപ്പ് ചോദിക്കണം. അല്ലാതെ പോയി അടിച്ചിട്ട് വന്ന് അള്ളാഹ് പുറത്തുതന്നെന്ന് പറഞ്ഞാല് അള്ളാഹ് പുറത്തരൂല. നമ്മളെന്ത് ചെയ്യണം, ആ വീഴ്ച വരുത്തിയ കടമകൾ നിർവഹിക്കണം. വറക്കുൽ മലാലി, ആരോടെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. അവരുടെ മനുഷ്യർ തമ്മിലുള്ളതാണെങ്കിൽ പൊരുത്തപ്പെടിയിക്കണം. ആരോടെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം. ഭാവിയിൽ ആ തെറ്റ് ചെയ്യൂല ദൃഢനിശ്ചയം ചെയ്തിരിക്കണം. ഒരു തെറ്റ് ചെയ്താല് എങ്ങനെ നിന്ന് ആ തെറ്റിനി ഉണ്ടാവൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ കഴിയണം. അല്ലാതെ തെറ്റ് ചെയ്തിട്ട് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയാന്നല്ലാതെ അല്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് വീണ്ടും ആ തെറ്റുകളെ ചെയ്യരുത്. ആ തെറ്റ് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് ശപഥം ചെയ്യാൻ നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവധിക്കാരത്തിലായിരിക്കും. അള്ളാഹിനോട് തീരെ ബന്ധമില്ല, നമസ്കാരമില്ല, ഒരു വർക്കുകളും ഇല്ല, അള്ളാഹിനോട് ഒരു ആരാധനയില്ല, ഒന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിൽ പോകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് മാറിപ്പോകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തെറ്റുകളും നമ്മുടെ ഹൃദയത്തിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ കറുത്ത പുള്ളിയാണ് വരുന്നത്. ആ പുള്ളി അപ്പോ കാണുമ്പോ പ്രശ്നം ഉണ്ടാവില്ല, പിന്നീട് അത് കൂടി 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 വലിയ ഒരു കൂമ്പാരമായി മാറും, കരിക്കട്ട പോലെ ആയിത്തീരുമെന്ന് അതാണ് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഒരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ തന്നെ അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ, പശ്ചാത്താപിക്കാൻ, ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് ഏതുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവേ, മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്തു പോകും. ആ തെറ്റുകളിൽ തെറ്റാണെന്ന് പോലും ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നാം നിസ്സാരമായി കണ്ടിരുന്നു. അല്ലാഹുവേ, നീ എല്ലാം പൊറുത്തു മാപ്പാക്കി പെരുമാറാകണേ. അല്ലാഹുവേ, ആ തെറ്റുകൾ തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ തെറ്റുകൾ നമ്മിൽ നിന്ന് വരുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്താം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ. അല്ലാഹുവേ, ചില സമയങ്ങളിൽ നിന്നെ മറന്ന് ജീവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ചില സമയങ്ങളിൽ നഫ്സുൽ ലവ്വാമയിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ദേഹേച്ഛയോട് ചേർന്നുപോയ മനസ്സായി മാറിപ്പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ പൊറുത്തു തരണേ. അല്ലാഹുവേ, ചെയ്ത തെറ്റുകള് കുറെ കൂമ്പാരമായി മാറിയതായി ഇപ്പോൾ ഓർമ്മപ്പെടുന്നു, ഇപ്പോൾ മനസ്സിലാവുന്നു. അതിൽ മാനുഷികമായ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അത് അവരോട് പാപമോചനം ചെയ്ത് അവരോട് മാപ്പിരന്നുകൊണ്ടാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. റമദാനിന്റെ തുടക്കത്തിൽ മനസ്സ് ശുദ്ധമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാഹുവേ, നീ എല്ലാ അർത്ഥത്തിലും നിന്റെ പാപമോചനം നേടുന്ന സച്ചരിതരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഈ ലോകം നീന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തീക്കട്ട കയ്യിൽ പിടിച്ച് ജീവിക്കേണ്ടി ഉള്ള ഒരു ലോകമാണ്. നോക്കുന്ന സ്ഥലങ്ങളിലും കാണുന്ന ഭാഗങ്ങളും ചിന്തിക്കുന്നതും എല്ലാം തെറ്റുകളാണ്, അശ്ലീലതകളാണ്, തിന്മകളാണ്. അതിൽ നിന്ന് പരമാവധി തഖ്വയോടുകൂടി മുള്ളുകൾ തറക്കാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോകാൻ ശ്രമിക്കാറുള്ളതാണ്. പക്ഷേ ചില സമയങ്ങൾ ദൗർബല്യങ്ങളിൽ പെട്ടുകൊണ്ട് തെറ്റുകൾ വന്നു പോകുന്നുണ്ടല്ലോ. അല്ലാഹുവേ, നീ പൊറുത്തു മാപ്പാക്കി പെരുമാറാകണം. അല്ലാഹുവേ, അബദ്ധങ്ങൾ, പോരായ്മകൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. നീ എല്ലാം പൊറുത്തു മാപ്പാക്കി പെരുമാറാകണം. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് ഇരു കൈകളും നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണല്ലോ, കണ്ണീരോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. നീ പൊറുത്തു തരണേ. അല്ലാഹുവേ, തെറ്റുകൾ ചെയ്തു പോയ മനസ്സ് ആ തെറ്റുകളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടുള്ള മനസ്സുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാഹുവേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ നിന്റെ മുമ്പിലേക്ക് ഉയരുന്ന കരങ്ങളെ നീ തട്ടിമാറ്റാൻ നീ ലജ്ജിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും പാപമുക്തിയിലാക്കി തരണേ. അല്ലാഹുവേ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ധാരാളം അറിഞ്ഞും അറിയാതെയും കുടുംബക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുമായി ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അവരുമായി വഴക്കിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആ വഴക്കുകളെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നു തെറ്റുകളാണ്. തന്റെ സ്ഥലത്തർക്കത്തിൽ മാസങ്ങളോളം വർഷങ്ങളോളം സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അല്ലാഹുവേ, അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാവുന്നു. അല്ലാഹുവേ, തന്റെ സഹോദരനോട് മിണ്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വന്തം പെങ്ങളോട് സംസാരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, അതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നില്ല.
അല്ലാഹു നീ അതെല്ലാം ഞങ്ങൾക്ക് കൊടുത്തു മാപ്പാക്കി തരുമാറാകുന്നത്. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ കലാം നാളെ അനുകൂലമായി സാക്ഷി പഴുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ പാപങ്ങളെല്ലാം മുക്തമാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് നീ പ്രവേശിപ്പിക്കുന്നവയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇബ്ലീസിന്റെ എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് മനസ്സുകൊണ്ട് മാറി നിൽക്കാനുള്ള നഫ്സുൽ മുത്മഇന്നയുടെ ആളുകളെ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ, തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ ചെയ്യരുതെന്ന് പറയുന്ന മനസ്സിന്റെ ഉടമകളിൽ നഫ്സുൽ മുത്മഇന്നയുടെ ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اسقنا من النار وادخلنا الجنة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات والأحياء منهم والأموات. اللهم إنا نعوذ بك، اللهم إنا نعوذ بك من شر أسمائنا ومن شر أبصارنا ومن شر ألسنتنا ومن شر قلوبنا. اللهم إنا نعوذ بك من شر أسمائنا ومن شر أبصارنا ومن شر ألسنتنا ومن شر قلوبنا. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا وما أنت أعلم به منا. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا وما أنت أعلم به منا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت على كل شيء قدير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. رب ارحمهما كما ربيانا صغارا، رب ارحمهما كما ربيانا صغارا، رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما، واجعلنا للمتقين إماما. ربنا تقبل منا صيامنا وقيامنا وصلاتنا وركوعنا وخشوعنا وعمل الصالحاتنا وتراويحنا وقيام الليلنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.